അടുത്തൊരു പെണ്ണ് ലാ 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 സ്വരരാഗ ജലധാരയൊഴുകി ഒഴുകി ലാ 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 ലാ. ഇത്രയും പാടിയപ്പോൾ എന്തെങ്കിലും ക്ലിക്കായോ? യെസ് ഗായ്സ്, വി ആർ ഗോയിങ് ടു സീ നയഗ്ര ഇൻ എ വൈൽ. ഇപ്പോൾ വി ആർ ഓൺ എ ട്രിപ്പ് ഫ്രം ട്രിവാൻഡ്രം ടു ന്യൂ ജേഴ്സി ഇൻ ഫ്ലിക്സ് ബസ്. നമ്മുടെ നാട്ടിലൊരു വോൾവോ AC ബസ്, നമ്മുടെ ഐരാവതും പിന്നെ കല്ലടയുടെ ഒക്കെ ബസ് പോലെ, അത്രയേ ഉള്ളൂ. ആൻഡ് ദിസ് ട്രിപ്പ് വാസ് റിയലി അമേസിങ്. യു നോ വൈ? It's the best scenic route I have ever been to on a bus in the US or Canada. It's like എൻ്റെ ഫസ്റ്റ് ക്രോസ് കൺട്രി ട്രിപ്പാണ്. ഇതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ദറ്റ് ഐ വിൽ ബി ട്രാവലിംഗ് ത്രൂ ദ ഷോസ് ഓഫ് നയഗ്ര. യുനോ, നയഗ്രയുടെ ആ ഒരു വ്യൂ പോയിന്റിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. സീ ദ നയഗ്ര റിവർ. വാട്ട് യു ആർ സീയിങ് ഓൺ ദ സ്ക്രീൻ ഇസ് നയഗ്ര റിവറാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫോൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോഴ്സ്ഷൂ ഫോൾസ്, ദ മെയിൻ ഫോൾസിൻ്റെ പേരാണ് ഹോഴ്സ്ഷൂ ഫോൾസ്. അതാണ് കനേഡിയൻ വ്യൂ. നമുക്ക് 360 വ്യൂ കിട്ടുന്ന കനേഡിയൻ സൈഡിൽ നിന്നാണ്. US സൈഡിൽ നിന്ന് നമുക്ക് അത്രയും വ്യൂ ഇല്ല. അപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഹോഴ്സ്ഷൂ ഫോൾസ്. പിന്നെ അതർ പാർട്ടാണ് അമേരിക്കൻ ഫോൾസ്. അതിൻ്റെയും ദ പ്രോപ്പർ ഫുൾ വ്യൂ ഇസ് ഫ്രം കാനഡ. ഓക്കെ, അമേരിക്കൻ ഫോൾസ് ഇസ് ഫുള്ളി ഓൺ ദ അതർ സൈഡ്, ദാറ്റ് ഇസ് ഇൻ ദ US. പക്ഷേ നമുക്ക് ഫുൾ വ്യൂ കിട്ടുന്നത് കാനഡയിൽ നിന്നാണ്. അതുകൊണ്ട് കനേഡിയൻ വ്യൂ ഓഫ് നയഗ്ര ഇസ് ദ ബെസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നത്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫ്ലിക്സ് ബസ് എന്നുള്ളൊരു വ്യൂ, ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ് ഫോർ മീ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ്സസൊക്കെ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എവിടെയാണ്. സീ ദ വ്യൂ ഗൈസ്. ആ മിസ്റ്റില്ലേ, അത് നയഗ്ര ഫോൾസ്. നമുക്ക് അത് അത്രയും ഫോഴ്സിൽ വരുന്നതുകൊണ്ട് താഴെ വന്ന് തെറിക്കുമ്പോഴുള്ള ആ മിസ്റ്റാണ് നമുക്ക് അവിടെ കാണുന്നത്. അവിടെ എപ്പോഴും റെയിനിങ് പോലെയാണ്. ദേഹത്തൊക്കെ വെള്ളമാവും അവിടെ നിൽക്കുമ്പോൾ. സീ ഗൈസ്, ഇത് അല്ല കേട്ടോ ഇനി കാണാൻ പോകുന്ന വ്യൂ ആണ്. അടുത്ത ശരിക്കുള്ള വ്യൂ യു ഗോണ സീ ഇറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ എത്തും. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ എപ്പോഴും റെയിൻ പോലെയാണ്. എപ്പോഴും മഴ പെയ്യുന്നൊരു ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുക. നമുക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയത്. അതാണ് ഫോൾസിൻ്റെ അത്ര ഹ്യൂജ് അല്ലേ. ഇറ്റ്സ് സോ ഹ്യൂജ്. It's one of the largest falls and it's one of the natural wonders. See guys, this is the view and it's coming. That rail, നമ്മുടെ മറ്റേ സോങ്, നമ്മളിപ്പോൾ പാടിയ സോങ്സ് രണ്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. ആ വ്യൂ പോയിൻറ്റ്സിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുട്ടോ. ജസ്റ്റ് വെയിറ്റ് ഫോർ എ മൊമെൻറ്റ്. സീ, ഇതാണ്, ദിസ് ഇസ് ദ വ്യൂ. അവിടെ കണ്ടു ആൾക്കാർ നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളെ വ്യൂ, നയഗ്ര ഫോൾസ് വ്യൂ ചെയ്യുന്നത്. മൊത്തം നമുക്കങ്ങനെ നടക്കാം. നല്ല രസം. സീ ഞാൻ എത്ര തവണ വന്നാലും ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഐ എം കമ്മിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ഡോണ്ട് നോ, ഇറ്റ് ഈസ് എ മാജിക്. നമ്മളെന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഡ്രൈവ് വെറുതെ, ഇനി വീണ്ടും അടുത്താട്ടോ, ജസ്റ്റ് 1 hour ഡ്രൈവ് ഫ്രം മൈ ഹോം, ലൈക്ക് ട്രിവാൻഡ്രം പോലെ വീട്ടിൽ അവിടെ പോയിരുന്നുണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് യുൽ ഫർഗെറ്റ് അബൌട്ട് എവറിത്തിങ്. മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ വാട്ടർ ഹാസ് സം മാജിക്, വാട്ടർ ഫോൾസ് ഹാസ് മോർ മാജിക് ദാൻ എ ഫ്ലോയിങ് റിവർ ഓർ സംതിങ്. അത്രയേ ഉള്ളൂ. ഇതാണ് അമേരിക്കൻ ഫോൾസ്. സീ, അത് ഹോഴ്സ്ഷൂ ഫോൾസ് ആണെന്ന് പറഞ്ഞില്ലേ, ദിസ് വൺ. ആൻഡ് ഇനി കാണാൻ പോകുന്നതാണ് ഈ സൈഡിലുള്ളതാണ് അമേരിക്കൻ ഫോൾസ്. ദാറ്റ് ഈസ് ഫുള്ളി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതർ സൈഡിലാണ്. നമ്മളിപ്പോൾ US പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ ബോർഡറിലാണ് ഏകദേശം. ഇപ്പോൾ അതാ വരും. ഇപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് ആ സൈഡിൽ പോകും. അപ്പോൾ അതാണ് അമേരിക്കൻ ഫോൾസ്. അവിടെയും ഉണ്ട് കുറേ ആക്ടിവിറ്റീസ്. കേവ് ഓഫ് വിങ്സ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അമേരിക്കൻ ഫോൾസിലാണ്. പിന്നെ മെയ്ഡ് ഓഫ് മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷിപ്പിൽ തന്നെ, ക്രൂസ് പോലത്തെ കുഞ്ഞു ഷിപ്പിൽ നമ്മളെ ഹോഴ്സ്ഷൂ ഫോൾസിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് കോൾഡ് അട്രാക്ഷൻ അല്ല, ആ ആക്ടിവിറ്റിയാണ് മെയ്ഡ് ഓഫ് മിസ്റ്റ്. അങ്ങനെ 2 ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നയഗ്രയിൽ. ഒന്ന് കേവ് ഓഫ് വിങ്സ്, 2 മെയ്ഡ് ഓഫ് മിസ്റ്റ്. മെയ്ഡ് ഓഫ് മിസ്റ്റ് വിൽ ടേക്ക് യു ടു ദ ഇൻസൈഡ് ഹോഴ്സ്ഷൂ ഫോൾസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഫോൾസിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയ പോലെയാണ്. അതുപോലെ തന്നെ കേവ് ഓഫ് വിങ്സും നല്ലതാണ്. നമ്മൾ നേരെ ഫോൾസിൻ്റെ താഴെ പോയി നിൽക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ അമേരിക്കൻ ഫോൾസിൽ താഴെ പോയി നിൽക്കാൻ പറ്റും. സോ ബോത്ത് ആർ റിയലി അമേസിങ്. യു ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം. once in a lifetime opportunity ആണ് guys. You should see it if you have a chance. അപ്പം അത്രയേ ഉള്ളൂ. We are almost there at the immigration where you need to get down and take all your luggages and go. അത് വേണം. അത് നമ്മളിപ്പോൾ ഏകദേശം ബോർഡറിൽ എത്തി എന്നാണ് തോന്നുന്നത്. ഇല്ല കേട്ടോ, we are almost crossing Niagara. റെയിൻബോ ബ്രിഡ്ജ് അല്ല നമ്മളെടുത്തത്. റെയിൻബോ ബ്രിഡ്ജ് ഇപ്പോൾ വരും. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. ഓക്കെ, ദ ബ്രിഡ്ജ് വിച്ച് ഇസ് കണക്റ്റിംഗ് US ആൻഡ് കാനഡ. നമ്മളിപ്പം അത് കഴിഞ്ഞ് കുറച്ചതാണ് ബോർഡർ. നയഗ്ര ഇസ് ഇൻ ദ ബോർഡർ ആസ് യു നോ. ഇപ്പം നമ്മളെത്തും കേട്ടോ. അപ്പം ശരി, ഇമിഗ്രേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ. ബൈ.